ഒരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കണ്ടേ, ഈ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ലാഭം കിട്ടാത്ത സ്വകാര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന MDMA-യും കഞ്ചാവും മാത്രമാണോ ലഹരി? കള്ളുകുടിച്ചാൽ ലഹരി വരൂലേ? കള്ളുകുടിച്ചാൽ ലഹരി വരൂലേ? ഗ്രാമങ്ങളിൽ കള്ളുഷാപ്പ് തുറക്കുന്നില്ലേ? പുതിയ ബാറുകൾക്ക് സംവിധാനങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നില്ലേ? കേരളക്കാരന്റെ കുടി മുട്ടരുത് എന്ന വലിയ ഉത്തരവാദിത്വ ബോധം കൊണ്ട് വിദേശ മദ്യം നിർമ്മിക്കാൻ പാലക്കാട് വലിയ ഫാക്ടറി വരുന്നില്ലേ? നമ്മൾ സൂംബ ഡാൻസ് കളിപ്പിക്കുക, കള്ളു ഇഷ്ടം പോലെ വിതരണം ചെയ്യുക, സൂംബ ഡാൻസ് കളിക്കണം, അതോടുകൂടെ മദ്യത്തിനോടുള്ള എല്ലാ സംഗതിയും ശരിയാവും എന്ന് പറയാം. എന്നിട്ടോ പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഉടനീളം ഷോപ്പുകൾ തയ്യാറാക്കുക. എങ്ങനെയാണ് വിദ്യാർത്ഥികളിലേക്ക് ഇതെത്തുന്നത്? വ്യാപകമായി എങ്ങനെയാണ് അവരിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? വെറും മൂക്കുപ്പൊടി വലിക്കലൊന്നുമല്ല, ഫംഗ്ഷനുകളിൽ മൊത്തം ഉപയോഗിക്കുന്നത് മൂക്കുപ്പൊടിയല്ല, കള്ളാണ്, ഈ ലിക്വിഡായിട്ടുള്ള ഈ ലഹരി വസ്തുക്കളാണ്. ആഘോഷങ്ങളിൽ മൊത്തം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ക്ലബ്ബുകളിൽ മൊത്തം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാവരും കൂടിയിട്ടൊന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് സ്കൂള് തുടങ്ങണം എന്ന് പറയുന്നതോടുകൂടെ കേരളം വിശുദ്ധമാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഓർമ്മപ്പെടുത്താതെ വയ്യ. അതുകൊണ്ട് പക്വമായ രീതിയിൽ കാര്യങ്ങളെ നമ്മൾ കാണണമെന്നും ഇടപെടണമെന്നും മതസൗഹാർദ്ദത്തിനും നമ്മൾ ഇതുവരെയും കാത്തു സൂക്ഷിച്ച രാജ്യ പുരോഗതിക്കും തടസ്സമാകുന്ന ഒരു പ്രവൃത്തിയും ആരിൽ നിന്നും ഉണ്ടാവരുതെന്നും മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധാലുക്കളാകണമെന്നും ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം.